മികച്ച NABL അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു. കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും. MHL സ്മാർട്ട് ലാബ്സ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും CPM പാഠം പഠിക്കുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ. CPMന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞതായും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. യുവമോർച്ച നേതാവായിരുന്ന സത്യേഷിന്റെ 20ാം ബലിദാന ദിനത്തിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ. ഇത്തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ CPMന്റെ പൊടി പോലും ഉണ്ടാകില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാരക പരിക്കേറ്റിട്ടും പാഠം പഠിക്കാൻ അവർ തയ്യാറായിട്ടില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. പരസ്പരം മറ്റെല്ലായിടത്തും മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ CPMഉം കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അങ്ങനെയുള്ള എല്ലാ നാടിന്റെ ശത്രുക്കളായിട്ടുള്ള എല്ലാവരും ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു BJPയുടെ പരാജയപ്പെടുത്താനാണ് അവർ വന്നത്. BJPയുടെ ശത്രുക്കളല്ല അവർ, ഈ നാടിന്റെ ശത്രുക്കളെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന, നാട് മുഴുവൻ കലാപങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കുന്ന നിരോധിത ഭീകരവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷ മുന്നണി മുനിസിപ്പാലിറ്റിയിൽ ഭരണം നിലനിർത്തിയത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ലജ്ജാകരമായ അവസ്ഥയിലാണ് ആ പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നിപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും LDFന് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാനില്ല. 2024 ഒരു MP അവർക്കും ഒരു MP നമുക്കും. 2025 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേഷൻ നിങ്ങൾക്കും തലസ്ഥാന കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടിക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അവസാനത്തിന്റെ ആരംഭമായി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇതുകൊണ്ടൊന്നും ഒരു രാത്രി കൊണ്ടൊന്നും നേരം വെളുക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം അവസാനത്തെ കനൽ കടന്നു പോകുന്നത് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആ പാർട്ടി മരണവെപ്രാളത്തിലാണ്. ഈ പ്രാവശ്യം സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലുമില്ല ഈ രാജ്യത്തെ കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയിലേക്ക് അവർ കൂപ്പുകുത്താൻ പോവുകയാണ്. ആ മരണവെപ്രാളത്തിലാണ് മുഖ്യ എതിരാളിയായിട്ടുള്ള കോൺഗ്രസിനും ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനും എല്ലാം അവരെല്ലാം കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് കാത്തിരിക്കാൻ ഒരു മടിയുമില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് 43% വോട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം നേടിയിട്ടുണ്ടെങ്കിൽ 2030 തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ 50% വോട്ട് നേടി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാൻ BJP കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് യാതൊരു സംശയവുമില്ല. BJP മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, മറ്റ് ഭാരവാഹികളായ PS അനിൽകുമാർ, പ്രിൻസ് തലാശ്ശേരി, KR വിദ്യാസാഗർ, പ്രശാന്ത് ലാൽ, വിനീത ടിങ്കു, രശ്മി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി BJPയുടെ ശക്തി വിളിച്ചോതുന്ന റാലി നടന്നു. കൊടുങ്ങല്ലൂരിലും ഇടവിലെങ്കിലും താൽക്കാലിക നേതൃത്വത്തിന് വേണ്ടി വോട്ട് മറിച്ചു വിറ്റ് കോൺഗ്രസുകാരും SDPക്കും അതുപോലെ LDFന് മുമ്പിൽ മുട്ടുമടക്കി കൊടുങ്ങല്ലൂരിലെ ജനങ്ങളെ വഞ്ചിച്ച കോൺഗ്രസിന്റെ വേട്ടപ്പട്ടികൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ഇതുവഴി ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുണക്കുട്ടന്മാർ നയിക്കുന്ന പതിവൂറ്റം ഇതുവഴി കടന്നു വരിക. ഈ പ്രകടനം
നഗരത്തിലെത്തി കൊടുങ്ങല്ലൂർ വടക്കൻ പോലീസ് സമ്മേളനത്തിന് മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം തീവ്രവാദികളെ കൊടുങ്ങല്ലൂരിലെത്തിച്ച് ദേശീയ ജനതക്കെതിരെ വാളെടുക്കാൻ നേതൃത്വം കൊടുത്ത കൊടുങ്ങല്ലൂരിൽ വർഗീയ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കാൻ ആഹ്വാനം ചെയ്ത ചില പ്രമാണിമാർക്ക് രാവിലെ 400-ലേറെ കേന്ദ്രങ്ങളിൽ സത്യേഷിന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചനയും ഉണ്ടായി.